തെർമോസ്റ്റാറ്റ് സസ്യങ്ങളാണ്. ചൂടിനെ കുറിച്ച് പച്ചപ്പാവ് പച്ചപ്പ് നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടാനൊരു ഐഡിയ ഇല്ലേ? നമ്മുടെ സൂത്രത്തിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടാം. അതല്ല അത് ഉണ്ടാവും കേട്ടിട്ടുണ്ട്. നാടികളിലെ ഒരു ഭാഗത്ത് കൊണ്ട് എടുക്കുമ്പോൾ നമ്മുടെ മാറ്റം വരും. ശങ്കുലി തണുപ്പുണ്ടാക്കാനും പറ്റും. ശങ്കുലി ചെയ്താൽ ശരീരം വേർത്ത് കുളിക്കും. 10-15 പ്രാവശ്യം കുളിക്കും. ഇവിടെ നിന്നൊക്കെ വേർത്ത് കുളിക്കാനുള്ളൂ. അതിൽ നമ്മൾ പറഞ്ഞില്ലേ, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി, മാഗ്നറ്റിക് എനർജി, അറ്റോമിക് എനർജി, വേവ് എനർജി. ഈ 6 എനർജി ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ശങ്കുലി. അതാണ് പേർക്കണത്. തെർമോസ്റ്റാറ്റ്. അപ്പോൾ സസ്യങ്ങൾ നമ്മൾ ഗ്രീൻ ഹൗസിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സസ്യങ്ങളാണ് ഭക്ഷണമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളും ഗ്രീൻ ഹൗസിൽ താമസിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധശേഷിയും അതുപോലെ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചറിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കിട്ടണമെങ്കിൽ ഓപ്പൺ എയറിൽ നിന്ന്, ഓപ്പൺ ആയിട്ടുള്ള തുറസായ സ്ഥലത്ത് നിന്ന് വളരുന്ന സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പഴമൂലാദികൾ കഴിച്ച് എന്നാലേ നമുക്കത് കൂട്ടി കിട്ടുള്ളൂ. നമ്മുടെ തെർമോസ്റ്റാറ്റ് സിസ്റ്റം ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. ശങ്കുലി ചെയ്തിട്ട് ചൂട് ടെമ്പറേച്ചർ കൂട്ടാം. അത് കൂട്ടാൻ പറ്റുമെങ്കിൽ തണുപ്പിക്കാനും പറ്റുന്നുണ്ടാവും. കൂട്ടാൻ പറ്റുമെങ്കിൽ തണുപ്പിക്കാനും പറ്റും. ഇങ്ങനെയുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വേനൽക്കാലത്തൊക്കെ ഇതിന് ചൂട് വരാൻ പോയില്ലേ, ചൂടാക്കാൻ മുദ്രവസമായി ചെയ്തു നോക്കാൻ ആൾക്കാർ പറഞ്ഞുതരാം. ആനന്ദത്തോടു കൂടി ജീവിക്കാതെ വഴി നോക്കുക. പിന്നെ നമുക്ക് വേണ്ട ശരിക്കും സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഇലകളിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന പ്രകാശം നമുക്ക് വേണം. പോക്ക് വെയില് അല്ലെങ്കിൽ രാവിലെ 11 മണിക്ക് മുമ്പുള്ള വെയില് അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ല വെയിലും വേണ്ട, ഇളം വെയിലും വേണ്ട. ഇലകളിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം മതി നമുക്ക്. വിറ്റാമിൻ ഡി അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അഥവാ വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെച്ചാൽ നമ്മൾ അന്വേഷിക്കണം നമ്മുടെ ശരീരം എന്തുകൊണ്ട് വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യണില്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതിൽ പ്രധാന കാരണം അസിഡിറ്റിയാണ്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരും ടെസ്റ്റ് ചെയ്യുമ്പോൾ. അല്ല, അതെന്തെങ്കിലും സിംറ്റംസ് വന്ന് നമ്മൾ പോകും, അപ്പോൾ ടെസ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും ഡോക്ടേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിറ്റാമിൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇപ്പൊ ഏത് ഡോക്ടർക്ക് പോയി വിറ്റാമിൻ ഡി ഉണ്ടാവും. കാരണം ഡെഫിഷ്യൻസി ഉണ്ട് ഓൾറെഡി. അതിന് കാരണം അസിഡിറ്റിയാണ്. പ്രധാന കാരണം അസിഡിറ്റിയാണ്. എല്ലാവരും അസിഡിക്കാണ്. എനിക്കറിയില്ല. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതേ, മുതിർന്നവരെ വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ് എടുത്താൽ കുഴപ്പമില്ല. കുട്ടികൾ, കല്യാണം കഴിക്കാത്തവര്, കല്യാണം കഴിച്ചവർ തന്നെ ഇനി കുട്ടികൾ ഉണ്ടാവാൻ പ്ലാൻ ഉള്ളവരുണ്ടല്ലോ, അവർ വിറ്റാമിൻ ഡി ടാബ്ലറ്റ് എടുക്കരുത്, വിറ്റാമിൻ ഡി ഗുളിക കഴിക്കരുത്. കാരണം നമ്മളുടെ ഒരു നോളജ് ഉണ്ട് ശരീരത്തിന്, വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു നോളജ് നമ്മുടെ ശരീരത്തിനുണ്ട്. അത് എന്തോ കാരണവശാൽ അതവിടെ മുടങ്ങി കിടക്കുകയാണ്. അതാണ് വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാത്തത്. ആ നോളജ് നഷ്ടപ്പെടും, അടുത്ത തലമുറയ്ക്ക് നഷ്ടപ്പെടും. നമ്മളുടെ ശരീരത്തിൽ നമ്മൾ വിറ്റാമിൻ ഡി മെഡിസിനായിട്ടോ അങ്ങനെയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന അടുത്ത തലമുറയുണ്ടല്ലോ, അവരിലും ആ കഴിവുണ്ടാവില്ല. ചിലപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സാധനങ്ങൾ കഴിച്ചിട്ടായിരിക്കാം ഈ വിറ്റാമിൻ സി ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്ക് പണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക. പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും അറിവിൽ ആരെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാ അസിഡിറ്റി നിയന്ത്രിക്കാൻ പറയാ. ആദ്യം അസിഡിറ്റി ഒരു പ്രധാന കാരണം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി സ്വീകരിക്കാൻ പറ്റാത്തത്. സൂര്യപ്രകാശത്തിൽ നിന്ന്, സൺലൈറ്റിൽ നിന്ന് വിറ്റാമിൻ ഡി ശരീരത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം അസിഡിറ്റിയാണ്. അസിഡിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, ഉറക്കക്കുറവ്, മലബന്ധം, പ്ലാന്റ് പ്രോട്ടീൻ, ആനിമൽ പ്രോട്ടീൻ ഒക്കെ കഴിച്ചാൽ അസിഡിറ്റി കൂടും, നമ്മുടെ ശരീരത്തിൽ കൂടുന്നു പറഞ്ഞു.
Acidity is the regulatory authority of the body. Acidity അല്ല, സോറി, pH is the regulatory authority of the body. അത് ഒരു എന്നേക്കാൾ നന്നായിട്ട് വിഷ്ണിച്ചേട്ടന് പറയാറുണ്ടോ? ഇതിന്റെ കോപ്പി ഞാൻ എടുത്ത് തരാം പുറത്തോട്ട്. ഇതിന്റെ കോപ്പി ഇത് വിഷ്ണുചേട്ടൻ മലയാളത്തിലാക്കിയിട്ട് തന്നിട്ടുണ്ട്. രണ്ടിന്റെയും കോപ്പി ഞാൻ തരാം, അടുത്ത ക്ലാസ്സിൽ തരാം. എടുത്തിട്ടില്ല. ഇത് സാറ് ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. pH ഓഫ് ദി ഹ്യൂമൻ ബോഡി, അതിനെ കുറിച്ചുള്ള ഇത് ശരിക്കും പറഞ്ഞാല് ചേട്ടന് പറയണം അതിനെക്കുറിച്ച്. ബൈബിളിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല, സാറ് പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ. ബൈബിളിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയതാണ് അത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ pHനെ കുറിച്ച്, ബൈബിളിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ല, ബൈബിൾ അതിൽ റെഫർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ചില ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതൊക്കെ ഒരു ഡോക്ടറെ പേര് ഓർമ്മയില്ല, ഒരു പ്രത്യേക കണ്ടുപിടുത്തം മൈക്രോസൈമാസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങളാണ് അതിലേക്ക് എത്തിക്കുന്നത്. ഇത് ആ പുസ്തകത്തിൽ നോക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് ഞാൻ കോപ്പി എടുത്ത് തരാം, ഓരോരുത്തർക്കും തരാം. തൽക്കാലം ഇന്നിപ്പോൾ എൻ്റെ കാര്യം എടുക്കാൻ പറ്റും. സ്കാൻ ചെയ്തെടുക്കാനാണ്. വേണ്ട, ഞാൻ എടുത്തോളാം. ഫോട്ടോസായിട്ട് കുന്തപ്പിന്നൊക്കെ എടുത്താൽ ചെറിയ മെഷീൻ അടുത്ത ക്ലാസ്സിൽ ഇതിലെ അസിഡിക് ഫുഡ് ആൻഡ് ബിവറേജസ് പറയുന്നുണ്ട്, ആൽക്കലൈൻ ഫുഡ് ആൻഡ് ബിവറേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോഡി, ഹ്യൂമൻ ബോഡി pH ഫ്ലൂയിഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റൊമക്കിലത്തെ pH, സ്കിന്നിൻ്റെ pH, സലൈവയുടെ pH, അതുപോലെ നമ്മുടെ സെല്ലുകളുടെ pH, ബ്ലഡിൻ്റെ pH, അങ്ങനെ ഓരോന്ന്, പാൻക്രിയാസിൻ്റെ ജ്യൂസിൻ്റെ pH, അങ്ങനെ ഓരോന്നിൻ്റെ pH കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ pH എന്ന് പറയുന്നത് ഓരോ അവയവത്തിനും ഡിഫറെൻറ്റ് pH ആണ്. ഇപ്പോൾ മണ്ണിൻ്റെ pH ശരിക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡിൻ്റെ pH 7.35 to 7.45. അപ്പോൾ അത് ഒരു 6 to 8 ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്ത് പോകാം. അപ്പോൾ അതിൽ നിന്ന് 6ൽ നിന്ന് താഴെ പോകുന്നൊരു അസിഡിക്ക് കൂടി വരും. ഒന്ന്, രണ്ട്, pH മെഷർ ചെയ്യുന്നത് 0 മുതൽ 14 വരെയാണ്. അപ്പോൾ 7 ആണ് അതിന്റെ സെന്റർ വരിക. 7ലും താഴേക്ക് പോവാണ് pH എന്നെങ്കിൽ 6 ആയി 5 ആയി എന്നൊക്കെ പറയുമ്പോൾ അസിഡിറ്റി കൂടുകയാണ്.
ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആൽക്കലൈൻ ലെവൽ കൂടുക, 7ന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് 7.35 to 7.45. ഇതാണ് നമ്മളുടെ വേണ്ടത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുവിധ അസുഖങ്ങളൊന്നും വരില്ല. അഥവാ ഉള്ള രോഗങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ശരീരം തന്നെ പ്രതിരോധിച്ച് അതിനെ മാറ്റിക്കൊടുക്കും. നമ്മുടെ പി എച്ച് കറക്റ്റ് സൂക്ഷിക്കുകയാണെങ്കിൽ വേവിച്ച ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ അസിഡിറ്റി ഉണ്ടാവും. ഈ 3, 4 എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആസിഡായി. ഒരു ജലത്തിന്റെ പി എച്ച് 3 അല്ലെങ്കിൽ 4 അത് വെള്ളം ശരീരത്തിൽ വെള്ളം കൊള്ളുന്നു. ഇത് അസിഡിക് ലെവൽ കൂട്ടുന്നു, ഇവിടേക്ക് പോകുന്നതും ആൽക്കലൈൻ ലെവൽ കൂടുക. അതിന്റെ സെന്റർ 7. അപ്പോൾ 6നും 8നും ഇടയിലാണ് പി എച്ച് ലെവൽ സർവൈവ് ചെയ്യാൻ പറ്റുക. സസ്യങ്ങൾക്കായാലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഓരോ അവയവത്തിന്റെ പി എച്ച് ലെവലിന്റെ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് സസ്യങ്ങൾക്ക്. സസ്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ആ സസ്യത്തിനെ നോക്കിയിട്ട് ഇപ്പോൾ ഒരു അസിഡിറ്റി കൂടിയ സസ്യമാണ്. അപ്പോൾ നമ്മൾ കുക്കുംബർ ജ്യൂസ് കഴിക്കുന്നുണ്ട്, കുമ്പളങ്ങ, വെള്ളരി, കോവല്, പടവല, അതിൻ്റെയൊക്കെ ആസിഡിറ്റി കുറവാണ്, വളരെ കുറവല്ല, ആൽക്കലിനിറ്റി കൂടുതലല്ലേ. അപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ പി എച്ച് 8 കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും. നമുക്കതിൻ്റെ സ്വഭാവം നോക്കിയിട്ട് മനസ്സിലാക്കാം. കണ്ടുപിടിക്കാൻ മാർഗമുണ്ടോ സസ്യത്തിന്റെ നമ്മുടെ അറിയാൻ സ്വയം? ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞൊരു ചെടി പണ്ട് എല്ലാവരും വീട്ടിൽ വെച്ച്. എന്താണ് ഹൈഡ്രാഞ്ചിയ? അതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. സാധാരണ ഭംഗിക്ക് എല്ലാവരും വെക്കും. അത് വളർന്ന വെള്ളം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അസിഡിക് ആണെങ്കിൽ പിങ്ക് പൂക്കളുണ്ടാവും. അതേ ചെടി കൊണ്ടുപോയിട്ട് നമ്മൾ അത് ആൽക്കലൈനിൽ ഇതിലിട്ടിട്ട് ബ്ലൂ പൂക്കളുണ്ടാവും. ജസ്റ്റ് ലൈക്ക് ലിറ്റ്മസ് പേപ്പർ പോലെ ഇതാണ് പൂവിന്റെ കളർ തന്നെ റിഫ്ലെക്സ് ദ ഒരു ഇൻഡിക്കേറ്റർ പ്ലാന്റ് ആണ്. എല്ലായിടത്തും വെക്കണല്ലോ ഇങ്ങനെയാണ്. അല്ല, അത് മാത്രല്ല വേറെ ഹൈഡ്രാഞ്ചിയ. അത് ആ ചെടിക്ക് പൂക്കള് അസിഡിക് ആയിട്ടുള്ള മണ്ണിലാണ് വളരുന്നതെന്ന് വെച്ചാൽ പിങ്ക് പൂക്കളുണ്ടാവും. ആൽക്കലൈൻ ആയിട്ടുള്ള മണ്ണിലാണ് വെച്ചാൽ ബ്ലൂ പൂക്കളുണ്ട്. വീട്ടിലുണ്ടായിരുന്ന ഇല്ല, പക്ഷെ അത് ഒരു ഇതിൽ തന്നെ അത് ഉണ്ടായി വരുമ്പോൾ ഒരു കളറും അത് പിന്നീട് അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അല്ലല്ല, അത് ഹൈഡ്രാഞ്ചിയ ആണോ? അതായത് ഒരു ചെറിയ അത് ചേഞ്ച് റോസ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ചെറുതാണ്. അതന്നെ ഞാൻ പറഞ്ഞു. ഇതിന് ഇൻഡിക്കേറ്റർ പ്ലാന്റ് ആയിട്ട് സാധനം പറയും. പിങ്കും ഇതും നമുക്ക് എന്റെ പരീക്ഷ വെച്ചാൽ ആദ്യം ഉണ്ടാവുമ്പോ ഈ ഒരു നീല പൂവ്, അത് കഴിഞ്ഞ് അത് കുറച്ച് കഴിഞ്ഞ് പാടില്ല, അത് കുറെ ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് ഉണ്ടാവുമ്പോഴാണ് ഈ പൂവിന് കളർ മാറ്റം കണ്ടിരിക്കുന്നത്. ആദ്യം ഉണ്ടാവുമ്പോ തന്നെ പിങ്ക് ഉണ്ടാവും, ആദ്യം ഉണ്ടാവുമ്പോ തന്നെ ബ്ലൂ ഉണ്ടാവും. അങ്ങനെയുണ്ട്. അതാണ് നമ്മൾ മണ്ണിന്റെ പി എച്ച് കുറയുമ്പോ അത് പിങ്ക്, പി എച്ച് കൂടുമ്പോ ബ്ലൂ. എവിടെ കിട്ടും വെക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചാണ് അതെ. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് പൂർണ്ണമായില്ല. നമ്മുടെ ശരീരത്തിൽ പി എച്ച് കണ്ടുപിടിക്കാൻ വന്നു. നമ്മുടെ ശരീരത്തിലെ പി എച്ച് നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കി ഓരോ അവയവത്തിന്റെ പി എച്ച് വ്യത്യാസമല്ലേ? ഇല്ല, നമ്മുടെ പി എച്ച് എന്ന് പറഞ്ഞാൽ പി എച്ച് അങ്ങനെ ഇല്ല. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പ്യോർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് വരുന്നത്. അപ്പൊ അത് പക്ഷെ സാറ് പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ ലിവറിന്റെ ജ്യൂസ്, ബൈൽ ജ്യൂസ് പ്യോർലി ആൽക്കലൈൻ ആണ്. അപ്പോൾ ഓരോ പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ഹാവിംഗ് ഡിഫറെന്റ് പി എച്ച്. ബട്ട് നമ്മൾ എല്ലാവരും കൂടെ കണക്ട് ചെയ്യുന്ന ബ്ലഡ്, ആ ബ്ലഡിന്റെ പി എച്ച് ആണ് നമ്മൾ അത് 7.35 to 7.45. അത് നമുക്ക് നമ്മുടെ പി എച്ച് എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് ആണ്. ബാക്കി ഓരോ അവയവങ്ങളും വ്യത്യാസം. ഒരു അല്പം ഞാൻ പറയാം. നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവുന്ന ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അത് സപ്പോസ് ഒരു ഭാവനയിൽ കണ്ടാൽ മതി, ഒരു സിറിഞ്ച് ഉപയോഗിച്ചിട്ട് അത് എടുത്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് 1-2 തുള്ളി എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഇട്ട് കഴിഞ്ഞാൽ
കൈവെള്ളം അങ്ങോട്ട് താണു പോകും. അത്രയും ശക്തമായിട്ടുള്ള ആസിഡാണ് അത്. ഇനി വേറൊരു ഉദാഹരണം, ചെറുനാരങ്ങയുടെ pH 1.5 അല്ലെങ്കിൽ 2 താഴെയാണ്. ആ ചെറുനാരങ്ങ ഒരു 10 വേണം, ഒരു ഗ്ലാസ് ചെറുനാരങ്ങയുടെ നീര് കുടിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 1.5 നാരങ്ങ വെള്ളമല്ല, നാരങ്ങയുടെ ജ്യൂസ് മാത്രം അടിച്ചെടുത്ത് ഒരു ഗ്ലാസ് ഇവിടെ ആരെങ്കിലും കുടിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല, നേരത്തെ പറയാം, കാരണം അത്രയും അസിഡിക്കായുള്ള സാധനമാണ്. പക്ഷേ ആയുർവേദം പറയുന്നുണ്ട് 10 തുള്ളി ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ കൂടുമ്പോൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ ഫലിതം എന്താണ്? ആൽക്കലൈൻ ആവുകയെന്നാണ്. ആപ്പിള് തുടങ്ങിയ എല്ലാ പഴങ്ങളും മിക്കവാറും 5 6 pH ഉള്ള സാധനങ്ങളാണ്. അതിലും pH കുറവാണ് മറ്റേ കൈതച്ചക്കയുടെയൊക്കെ. അത് അസിഡിക്കാണ്. എന്നെപ്പോലുള്ള ആൾക്കാർ കഴിക്കാൻ പാടില്ല, അത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ്. നെല്ലിക്ക കുഴപ്പമില്ല. പിന്നെ വേറെ ഈ നാരകങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ല. എൻ്റെ വയറ്, അതൊരു ആമാശ രോഗി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാണ്, തെളിവാണ്. ഞാൻ കഴിക്കുന്നത് എനിക്ക് പറ്റാത്തൊന്നും പൊതുവേ കഴിക്കാൻ പാടില്ല എന്ന് പറയും. അത് ആമാശയ രോഗമുള്ള ആൾക്കാർ കഴിച്ചാൽ pH വ്യത്യാസപ്പെട്ട ആസിഡിക്കായിട്ട് മാറുന്ന സാധനങ്ങൾ, അതിന് ഒരു ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, അങ്ങനെ അതായത് കൗണ്ടാണ്. അതൊരു പന്നികളും എലികൾക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് അവരെ കണ്ടുപിടുത്തം നടത്തില്ലേ? എന്താ സ്കേപ്പ് ഗോഡ്സ് അല്ലേ? സ്കേപ്പ് ഗോഡ്സ് ആണ് പറയാം. അല്ല അല്ല അതല്ല, ഈ എലിയും തവളയൊക്കെ മുറിച്ചിട്ടില്ലേ ഡോക്ടർമാർ പഠിക്കുക? അല്ല അപ്പോൾ ഞാൻ കഴിക്കുന്നത് എനിക്ക് പറ്റാത്ത ഒരു സാധനം നിങ്ങൾക്ക് ശരിക്കും കഴിക്കാൻ പാടില്ല. പൊതുവെ ആരോഗ്യമുള്ള ആൾക്കാർ കഴിക്കാൻ പാടില്ല. പുട്ടും കടലും കഴിക്കാൻ പാടില്ല എന്ന് പറയില്ലേ? എന്താ കാരണം? പൊതുവേ നല്ലതല്ല, പക്ഷെ ആൾക്കാർ കഴിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അവരെ പുട്ടും പഴവും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ശരിക്കും എന്നെപ്പോലുള്ള ഈ ആമാശ രോഗമുള്ള ആൾക്കാർ കഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചെറുനാരകം, അതുപോലെ സാധാരണ നാരകങ്ങൾ, കൈതച്ചക്ക, ഇതൊക്കെ അധികം കഴിക്കുന്നത് നല്ലതല്ല, പൊതുവെ നല്ലതല്ല. അത് കുറച്ച് ആസിഡിയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട്, പഴങ്ങളുടെ ഒക്കെ ഔട്ട്പുട്ട് ആൽക്കലൈനാണ്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ചെറുനാരങ്ങയുടെ തൊലി മുറിച്ചിട്ടിട്ട് തിളപ്പിച്ച വെള്ളം വെച്ചാൽ ഒരുപാട് ഇമ്മ്യൂണിറ്റി ഉണ്ട്. തൊലിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അല്ല, അത് കുറച്ചു നേരം കഴിഞ്ഞ് ആൽക്കലൈൻ ആവും. കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കഴിക്കുന്നതല്ല, അല്ല അതൊരു അളവായിട്ട് കിട്ടണം. അതായത് പൊതുധാരണയിൽ അങ്ങനെ അധികം കഴിക്കുന്നത് നല്ലതല്ല. ഒരു അർത്ഥം നമുക്ക് വരും. എങ്ങനെ ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ദോഷം വരില്ല. വെജിറ്റബിൾസ് മറ്റേ കൈൻഡിക് ജ്യൂസ് കുടിച്ചുകൊണ്ട് മാത്രം ഷുഗർ കൂട്ടുന്നില്ല. ഷുഗർ അത് അറിയാതെ പേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിയെന്ന് വരും. അതേപോലെ തന്നെയാണ് ഫ്രൂട്ട്സ്. ഇപ്പോൾ സിട്രിക് ആസിഡ് ആണ് ലെമൺ ജ്യൂസ് കഴിച്ചാൽ ആസിഡിറ്റി കൂടില്ല. അസിഡിറ്റി കൂടില്ല. അതുപോലെ ഇപ്പോൾ മധുരമുള്ള സാധനം കഴിച്ചുകൊണ്ട് ഷുഗർ കൂടുന്നില്ല. ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് ദോഷം ചെയ്യില്ല, കാരണം അത് ഫലം തരുന്നത് നമ്മൾ സിട്രിക് ആസിഡ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു സിട്രേറ്റ് സൈക്കിൾ ഉണ്ട്. അതിലൊരു ആൽക്കലൈൻ ഫോർമേഷൻ വന്നിട്ട് അങ്ങനെ എന്തോ സിട്രിക് ആസിഡ് സൈക്കിൾ ഏത് ഭക്ഷണം കഴിച്ചാലും അത് ആദ്യം ഗ്ലൈക്കോജനസ് ചെയ്യും, ഗ്ലൈക്കോളിസിസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് തിങ് ഈസ് അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് സിട്രിക് ആസിഡ്. അത് വീണ്ടും ക്രെബ് സൈക്കിൾ എന്ന് പറയും. അതിൽ കയറി പുറത്തേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യണ പോലെ അങ്ങനെ ഒരു മോളിക്യൂൾസ് ഓഫ് എനർജി ആയിട്ട് അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഇപ്പം ഏത് കഴിച്ചാലും പനിക്ക് ATP ATP ആയിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം നമ്മൾ. അപ്പോൾ അതായത് പാക്കറ്റ്സ് ഓഫ് എനർജിയാണ് ഈ ATP എന്ന് പറയുന്നത്. ഇപ്പോൾ സിട്രിക് ആസിഡ് നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ച ഗ്ലൂക്കോസ് ആണെങ്കിൽ ആ ഗ്ലൂക്കോസ് ഡൈജസ്റ്റ് ചെയ്ത് ഒരു സ്റ്റേജ് വരുമ്പോൾ വീണ്ടും അത് സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് തന്നെ കയറും. ഇറ്റ്സ് വെരി കോംപ്ലെക്സ്. നമ്മൾ ഡൈജഷനൊക്കെ സിമ്പിൾ ആയിട്ട്. അതുപോലെ ഈ ചെറുനാരങ്ങയുടെ കാര്യം പറഞ്ഞില്ലേ,
ചെറുനാരങ്ങ നീര് നമ്മൾ എഗ് അമിനോ ആസിഡ്സ് പറഞ്ഞ സാധനം നമ്മൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യണേ? മുട്ട ഒരു പകലിട്ട് അത് കവർ ചെയ്യണ പോലെ ചെറുനാരങ്ങ നീര് ഒഴിച്ചൊക്കെ ചെയ്യാം. ആ മുട്ടയുടെ തോടടക്കം ആ കംപ്ലീറ്റ് സാധനം എല്ലാം അലിയും. അത് അലിയിക്കുന്നത് ഈ സിട്രിക് ആസിഡ് തന്നെയാണ്. വിച്ച് ഈസ് അസിഡിക്. അസിഡിക്കാണ്, പക്ഷെ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ദോഷം ചെയ്യില്ല. അതാണ് പ്രകൃതിയുടെ. എല്ലാവരും ചെയ്യണ്ട. ഞാനൊരു വിശുദ്ധ വൈദ്യുതി പഠിച്ചപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഞാൻ പഠിത്ത ചെയ്യും പ്രാക്ടീസ്. അതിൽ ഒരു ദിവസം 1 ഡേ മുഴുവൻ എനർജി ടോണിക് കൊണ്ട് എനിക്ക് തന്നതിൽ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് പറഞ്ഞാൽ 4 കിലോ ശർക്കര, നാട്ടു ശർക്കരൻ്റെ പറഞ്ഞല്ലോ എനിക്കില്ല, നാട്ടു ശർക്കര, ഒരു കഷ്ണം ഇഞ്ചി, 8 ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കാലത്ത് പിഴിഞ്ഞ് വെക്കാൻ പറഞ്ഞു വെള്ളത്തിൽ. അത് ഓരോ മണിക്കൂർ കൊടുക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെച്ച് കൊടുത്ത് വൈകുന്നേരം 5 മണിക്കൂർ കൊടുക്കണം എന്ന് പറഞ്ഞു. അന്നും കൂടെ ക്ഷീണം ഉണ്ടാകും. അത് വരണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. പക്ഷെ അത് അവരുടെ ആ വിധി അതേപോലെ എനർജി ടോണിക് എന്നാണ് അത് പറഞ്ഞത്. ദോഷം ചെയ്യില്ല. ഇങ്ങനെ തന്നെ ആയിരിക്കണം കഴിക്കുന്നത്. അവർ പറയും ഇത്ര വെള്ളത്തിൽ എത്ര കഴിക്കാൻ അത് കഴിച്ചു കഴിഞ്ഞാൽ അത് കാലത്തോട്ട് വൈകുന്നേരം ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ കഴിച്ചതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ 40 പേരെ കഴിച്ചിട്ടുണ്ട്. ഫോറിനല്ല. അയാൾ പലരും പേടിച്ചു ചെറുനാരങ്ങ ഇഞ്ചിയൊക്കെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും ആവുമെന്ന്. ഒന്നും ഗ്യാരണ്ടി തരാമെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ലെന്ന്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ക്ലാസ്സിൽ പറയാം. അന്നത്തെ ദിവസം മറ്റൊരു സ്ഥലം ജലപാനം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ വെറും പഴം മാത്രം വെച്ച് കിടന്നാൽ നിൽക്കണം പറഞ്ഞു അന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ. പക്ഷേ എല്ലാവരും ഇങ്ങനെ കൊണ്ടു നടക്കാം. കാരണം കാലത്ത് 6 മണിക്ക് എനിക്കിട്ടേ എനിച്ചിട്ട് വേറെ ഒന്നുമില്ല, ഈ ധ്യാനത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ആർക്കും വിഷമൊന്നുമില്ല എന്ന് മാത്രമല്ല, അത് പിടിച്ചു നിൽക്കാൻ പറ്റും. സ്ഥിരമല്ല അത് പറയുന്നത്, സ്ഥിരത്തിനല്ല അത്. കാരണം നമ്മൾ പറയുന്ന കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ നമുക്ക് വേറെ സാധനം ഉണ്ടല്ലോ, അത് ഈ ശരീരം ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. അത് എനർജി ടോണിക്കാണ്, ഒട്ടും ക്ലെൻസിങ് ആണ്. നമ്മൾ എടുത്ത് പറഞ്ഞത് ക്ലീനിങ് ആണെന്നാ പറഞ്ഞു. ഈ ബോഡി മൂത്രമൊഴിക്കും ശരിക്കും പലർക്കും ശോധന കൂടിയെന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് ഈ പറഞ്ഞ ക്ലീനിങ്ങിന്റെ ഒരു മെത്തഡ്. ഭക്ഷണം കഴിക്കാണ്ട് ശോധന കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? മാലിന്യം അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു. അതിന് സപ്പോർട്ട് ചെയ്തു. ഈ വെള്ളമാണ് സപ്പോർട്ട് ചെയ്തു. അതിനെ ശരീരം എടുത്ത് കളയാനുള്ള ചാൻസ്. ശർക്കരയാണ്, ശർക്കര ചേർക്കാൻ പറഞ്ഞിട്ട് കാരണം ഈ അയൺ ശരീരത്തിൽ വേണ്ട പറഞ്ഞില്ല. അയൺ പോണല്ലേ ആ കണ്ട എന്തൊക്കെ ശരീരത്തിൽ വേണം അതൊക്കെ നിലനിർത്തുന്നത് കഴിക്കുമോ? ഇത് എപ്പോഴും കഴിക്കാനല്ല, വല്ലപ്പോഴും. പിന്നെ പറയാം. ഇതില് 2 സ്റ്റഡി റിപ്പോർട്ടാണ് സാറ് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാണ് നമ്മുടെ PHന്റെ, പിന്നെ ഒന്നുള്ളത് ഡോക്ടർ ഇരുളപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു സയന്റിസ്റ്റിന്റെ ഒരു റിപ്പോർട്ടാണ്. നമ്മുടെ അകത്തിച്ചീരയുടെ അകത്തിച്ചീരയിലാണ് അയോഡിൻ കണ്ടന്റ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ. ഈ റിപ്പോർട്ടുകൾ സാറ് പറയും, ഇത് ഒരാളിന് വീട്ടിൽ വന്നിട്ട് ഇത് സാറിന് ഉപകാരപ്പെടുന്നു കൊണ്ട് കൊടുത്തു പോയതാണ്. ആരെ കൊണ്ടുവന്ന് ആളെ അറിയില്ല, എപ്പോഴും അറിയില്ല. വർഷങ്ങൾക്ക് കുറേ കാലമായി ഇപ്പോഴും സാറിന് അറിയില്ല ഇത് ആരാ തന്നെന്നുള്ളത് അറിയില്ല. ഒരാൾ വന്നു ഇത് കൊടുത്തത് സാറിന് ഉപകാരപ്പെടുന്നു. അപ്പൊ നമ്മൾ ഈ ഇത്രയും നല്ലൊരു സ്റ്റഡി എത്ര കാലം പഴക്കമുള്ളതെന്നറിയോ? ഈ സ്റ്റഡി കൂടെ ഉണ്ടായിട്ടാണ് നമ്മൾ ഈ ഉപ്പിലെ അയോഡിൻ കെമിക്കൽ ചേർത്തിട്ട് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള സ്റ്റഡികൾ ഇഷ്ടം പോലെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡികൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇതാരും തപ്പണമില്ല. ഇതിപ്പോ ഒരു നിമിത്താണ് അയാൾ സാറിന് കിട്ടാൻ കാരണം. ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു, അയാൾക്ക് കിട്ടിയപ്പോൾ തോന്നി സാറിന് കൊടുക്കുന്നു, തോന്നി കൊണ്ടുപോകും, പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഇതിലെ പൂവിനെ കുറിച്ച്, അകത്തിയുടെ പൂവിനെ കുറിച്ച്, ലീഫിനെ കുറിച്ച്, ഫ്ലവർ ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ തരാം. ഈ 2 സ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷമാണ് സാറ് ഇത് സാറിൻ്റെ പ്രകൃതി ജീവിതത്തിലേക്കുള്ള സാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്. 1 അകത്തിച്ചീര, പിന്നെ 2 കക്കപ്പൊടി, പിന്നെ PH. പ്രകൃതി ജീവനത്തിൻ്റെ മെയിൻ കാതൽ എന്ന് പറയുന്നത് PH ആണ്. സാറിൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും, ചീത്ത പറയും. കുമ്പളങ്ങ നീര് കഴിക്കും എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ നീര് കഴിക്കുക, വേറെ ചോദ്യമില്ല. അപ്പോൾ സാറ് വന്നതിന് ശേഷമാണ് മനസ്സിലായത് അത് ഹെവി ആൽക്കലൈനാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് യോജിക്കുന്നതല്ല, മറ്റു ശരീരത്തിന് യോജിക്കുന്നതല്ല. പിന്നെ സാറ് വാട്ടർമെലൺ കൊടുത്തു നോക്കി കുറേ കാലം. നമ്മളൊക്കെ വരുന്ന സമയത്ത് വാട്ടർമെലൺ ഒരിക്കൽ കഴിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് കുറവാണ്. കുക്കുംബറിൽ കിട്ടുന്ന റിസൾട്ട് വേറെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുമ്പോൾ തല നരയ്ക്കണമെന്നുള്ള, ചെറുപ്പക്കാരുടെ തല നരയ്ക്കണമെന്നുള്ളത് ഒരു അങ്ങനെ നോട്ടീസ് ചെയ്തു. അപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് വേണ്ടത്. അപ്പോൾ സാറ് പറയും ഇതൊരു ശിഷ്യൻ്റെ കടമയാണ്. ഒരു ഗുരു പഠിപ്പിച്ചു തന്നതിനെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് ഒന്നുകൂടെ നന്നാക്കുക. സാറിനെ ഞാൻ സാറിന്റെ ഗുരു അങ്ങനെയായിരിക്കും. പൊതുവെ ഗുരുവിനോട് ചോദിക്കാന്നാണ്
നമ്മുടെ കൺസേൺ അല്ലേ? അവിടെ അതെന്താ ചോദിച്ചാൽ കാരണം? അല്ല വേറെ ഒരു കാരണം ഉണ്ടോ? അല്ല സാധാരണ ഏറ്റവും സ്വാതന്ത്ര്യമുള്ളത് ഗുരുവിനോടാണ്. അതെ അങ്ങനെ ആയിരിക്കണം. വേറെ പതിനായിരം ഗുരു. അല്ല ഇതിന്റെ റീസൺ ഉണ്ടോ നമുക്കറിയില്ല, അവരുടെ ബന്ധം എന്താണ്. ചിലപ്പോഴേ ചില ചോദ്യങ്ങൾ പിന്നാലെ പോയാൽ അതിന്റെ പിന്നാലെ വന്നു അത് മതി കേൾക്കാൻ. അപ്പൊ PH എന്ന് പറഞ്ഞതേ ഒരു യൂണിവേഴ്സൽ നിയമമാണ്. എല്ലായിടത്തും ചന്ദ്രനിലായാലും ഒരു PH ഉണ്ടാവും. ഓരോ നമ്മുടെ ബോഡിക്ക് ഓരോ അവയവത്തിനും ഓരോ PH ആണ് പറഞ്ഞില്ല. ഇപ്പോൾ അസിഡിക് ആയിട്ടുള്ള ദഹനരസം, അതുപോലെ ബ്ലഡിന്റെ PH, നമ്മുടെ സലൈവയുടെ PH, ഇതൊക്കെ വ്യത്യാസമുള്ളതുപോലെ തന്നെയാണ് സസ്യങ്ങൾക്ക് വേണ്ട PH, ചെടികൾക്ക് വേണ്ട PH. ആൽക്കലൈനിറ്റി കൂടിയ സസ്യങ്ങളുണ്ട്, അസിഡിറ്റി കൂടിയ, ഇപ്പം കാന്താരിമുളക് എന്നൊക്കെ പറഞ്ഞ പനിമുളക് വർഗ്ഗത്തിൽപ്പെട്ടത്. ഇങ്ങനെയുള്ളതിനൊക്കെ PH കുറച്ച് അസിഡിറ്റി കുറച്ച് കൂടി നിൽക്കുന്ന മണ്ണ് പറ്റും. അപ്പൊ അത് സംബന്ധിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് സാറ് പറഞ്ഞത് നമ്മളുടെ എക്സസൈസിൽ ഇവിടെ ചെയ്യുമ്പോൾ ഈ PH എന്ന് പറയുന്നത് പൊട്ടൻഡൈസ്ഡ് ഹൈഡ്രജൻ ആണെന്നും നമ്മുടെ ശരീരത്തിലുള്ള ഹൈഡ്രജൻ ചാർജ് ആവുന്നു, നമുക്ക് എനർജി കൂടും. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ടയേർഡ് ആവുകയല്ല അത് ശരിക്കും പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുമ്പോൾ ക്ഷീണിക്കുകയല്ലേ ചെയ്യുന്നത്, നമ്മൾ എനർജൈസ്ഡ് ആവുക ചെയ്യും. ഒരു തലം എത്തിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എല്ലാ സ്റ്റെപ്പുകളും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ സ്വയം പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് അധികം സമയം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതിന് ക്ഷീണം വരില്ല എന്ന് മാത്രമല്ല കൂടുതൽ എനർജി ആയിട്ട് നമുക്ക് നിർത്താൻ തോന്നില്ല. ശിവന്റെ അത് ആനന്ദം തൊട്ടാണ് പറഞ്ഞത്. അതെ അതെ, അരണിക്കടയില് പാലാഴി മദനം, പിന്നെ തിരുവിളയാടൽ എന്നാ പറഞ്ഞത്. ശിവന്റെ ഒരു തിരുവിളയാടൽ. അതില് ഈ വലത്തെ കാലം കൊണ്ട് ഇടത്തെ കമ്മലിടുന്ന പോസ്റ്ററൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് പൊട്ടൻഡൈസ്ഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പഴയ കത്തിയാന്റെ പ്രഭാഷണത്തെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഓരോ സസ്യത്തിനും ഉണ്ട്, ഓരോ അവയവത്തിനും ഉണ്ട്. അതേപോലെ തന്നെ ജലത്തിൽ ജീവിക്കുന്ന മത്സ്യം വളർത്തുന്നവർക്കറിയാം. അപ്പോൾ ചില മത്സ്യങ്ങൾക്ക് കുറച്ച് അസിഡിക് ആയിട്ടുള്ള വെള്ളമായിരിക്കും വേണ്ടി വരും, ചിലതിന് ആൽക്കലൈനിറ്റി കൂടിയ വെള്ളമായിരിക്കും വേണ്ടി വരും. അതിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓരോ ജീവജാലങ്ങൾക്കും വ്യത്യാസമുണ്ട്, സസ്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പ്രകൃതിയുടെ ചെറിയ പതിപ്പാണ് നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കും ഇതുപോലെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അസിഡിറ്റി പിന്നെ അകത്തിയുടെ ഈ അയോഡിൻ കണ്ടന്റ് ഉള്ള ഉപ്പ് കഴിച്ചിട്ടാണ് സോഡിയം കുറയുന്ന അസുഖം വന്നത്. നമുക്ക് സോഡിയം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ടാത്ത സോഡിയം ആയി കഴിഞ്ഞാൽ ശരീരം സോഡിയം പുറത്തേക്ക് പുറന്നുള്ളൂ. അപ്പോൾ അത് കുറച്ച് വെച്ചിട്ട് തന്നില്ല, ഫുള്ളായിട്ട് പുറന്നുള്ളതാണ് യൂറിൻ കൂടെ നമ്മുടെ ശരീരത്തിന് പോകും. അതാണ് സോഡിയം ഡെഫിഷ്യൻസി വരുന്നത്. അപ്പോൾ സാറ് പറയുന്നത് എന്താ വെച്ചാൽ ഇളനീര് വെള്ളത്തിൽ 2 കല്ലുപ്പിട്ട് കലക്കിയിട്ട് കുടിക്കാൻ. സോഡിയം പൊട്ടാസ്യം റേഷ്യോ കറക്റ്റ് ചെയ്യാം. കരിക്കും വെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് പൊട്ടാസ്യം ഉണ്ട് അതിൽ, മറ്റേത് സോഡിയമാണ്. അപ്പോൾ സോഡിയം പൊട്ടാസ്യം റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് ഡെഫിഷ്യൻസി വരുന്നവർ കഴിച്ചാൽ മതി, ഇത് നോർമലാവുന്നവരെ കഴിച്ചാൽ. പിന്നെ ഇതിൽ നമ്മുടെ വിഷ്ണു ചേട്ടൻ അത് മലയാളത്തിലേക്ക് ആക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. രണ്ടും തരാം ഞാൻ. രണ്ടും തരാം, ആയിക്കോട്ടെ. ഇതല്ല, ഇതിൻ്റെ ഇംഗ്ലീഷാണ്, അതും ഇത് മലയാളീകരിച്ചതല്ല. അടുത്ത ക്ലാസ്സിൽ തരാം, ഞാനത് കോപ്പി എടുത്തിട്ടില്ല. ബ്ലഡ് പ്രഷർ അത് സന്തുലനല്ല. അതിന് വെച്ചാൽ BP 3 ആയിരിക്കണം.
ഒന്നും ഇപ്പൊ കുഴപ്പമില്ല. 12 ഡിഗ്രി ഇട്ടാൽ അറിയില്ല. അതിപ്പോ ബി പി പൾസ് 98 മുതൽ 110 വരെ എന്നുള്ളത് പോലെ പെട്ടെന്ന് 80 മുതൽ എല്ലാം എല്ലാറ്റിനും ഉണ്ട് ഒരു റേഷ്യോ ഉണ്ടല്ലോ. നമ്മുടെ പ്രകൃതിയിൽ ഇപ്പോൾ 360 ദിവസം ഒരു വർഷം, ഒരു മാസം 12 മാസം, 24 മണിക്കൂർ ഒരു ദിവസം, ഇതുപോലൊരു കണക്കുണ്ടല്ലോ. അപ്പോൾ ഈ ബി പി റെഗുലേറ്റ് ഇതാകുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പച്ചക്കറികൾ അവതരിതല്ലോ ഇല്ലേ? ബി പി റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇല്ലില്ല, ബി പി റെഗുലേറ്റ് ചെയ്യലല്ല. എൻ്റെ 70 100 70 എനിക്ക് ബി പി കൂടുതലാണ്, കുറേ വർഷങ്ങളായിട്ടാണ്. തിരൂര് താമസിക്കുന്നു. 70 എല്ലാവരുടെ ബി പിയും സെയിം ആയിരിക്കില്ല. ചില ആൾക്കാർക്ക് കൂടി നിൽക്കും. ഡോക്ടേഴ്സ് ചെക്ക് ചെയ്താൽ ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് പറയും. അതല്ല, അത് ആ ബോഡിക്ക് അത് ആവശ്യമായിരിക്കുന്നത് പറയാൻ പറ്റില്ല. ഇപ്പൊ പുതിയ സ്റ്റഡി വന്നു തുടങ്ങിയില്ലേ? ഇപ്പൊ നമ്മുടെ ഷുഗർ പേഷ്യന്റ് ഇത്ര വരെ ആവാം, പഴയ മെഷർമെന്റ് അല്ല ഇപ്പൊ മാറി വരുന്നുണ്ട്. പിന്നെ ഉപ്പ്, സോഡിയത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഉപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വോൾക്കാനോ കൂടെ പുറത്തേക്ക് വന്നിട്ടുള്ള മഞ്ഞ് മലകളൊക്കെ ഉണ്ട് നമുക്ക്. ആ റോക്ക് സോൾട്ട് ഉണ്ടാക്കുന്നതൊക്കെ കടൽ ജലത്തിൽ നിന്നല്ലാതെ കണ്ട് ഉപ്പുണ്ട്. അത് ശരിക്ക് എല്ലാ ഭാഗത്തും കിട്ടുന്ന ഉപ്പിൻ്റെ അംശം സെയിം ആയിരിക്കില്ല. അതായത് റോക്ക് സോൾട്ട് മാത്രമല്ല, വേറെ എന്തൊക്കെ ഉപ്പുണ്ടല്ലോ, ഇന്ദുപ്പോ. ഇന്ദുപ്പ് ആയുർവേദത്തിൽ ഉപയോഗിക്കും. അല്ല, അത് രണ്ടും സെയിം ചെറിയ വ്യത്യാസം തോന്നുന്നത്. എനിക്കറിയില്ല എന്താന്ന്, ആയുർവേദം സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ്. കല്ലുപ്പും ഇന്ദുപ്പുമാണ് സാധനം. മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടോ? മറ്റൊരു കറിയുപ്പ് എന്ന് പറയാം, കടലിലെടുക്കുന്ന കറിയുപ്പ്. അതെന്താന്ന് വെച്ചാല് സാറ് പറയുന്നത് ഇക്കോളജി ശാസ്ത്രപ്രകാരം അതെ, നമ്മളുടെ ജീവന്റെ ഉൽപ്പത്തി വെള്ളം, ആകാശം, വായു, ജലം ഇതൊക്കെ അതിലാണ്. വന്നിട്ട് ഭൂമി വന്നതിന് ശേഷമാണ് ജീവജാലങ്ങൾ ഉണ്ടായത്. അപ്പൊ ആദ്യത്തെ ജീവന്റെ ഉൽപ്പത്തി മണ്ണിലാണ്. അതായത് വെള്ളം കഴിഞ്ഞ് മണ്ണ് വന്നത്. അപ്പോൾ ജലത്തിന്റെ അടിയിലുള്ള മണ്ണിലാണ് ആദ്യത്തെ ജീവൻ വന്നത്. കടലിന്റെ അടിയിലെ മണ്ണിൽ, അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വെള്ളത്തിലേക്ക് വന്നു. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതിൽ നിന്ന് വായുവിലേക്കാണ് പോയത്, കരയിലേക്കല്ല കയറിയത്. നമ്മൾ മണ്ണിലുണ്ടായി, പിന്നെ ജലത്തിലേക്ക് വന്നു, പിന്നെ ജലത്തിൽ നിന്ന് കരയ്ക്ക് കയറി എന്നൊക്കെ പറയും. അങ്ങനെയല്ല, അത് ആ ഓർഡറിൽ തന്നെ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി എന്നുള്ള ഓർഡറിൽ തന്നെയാണ് തിരിച്ച് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗർഭപാത്രത്തിലത്തെ ജലം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാവുന്നത് കടലിൻ്റെ അനുപാതത്തിലുള്ള ജലമായിരിക്കും. സമുദ്രജലത്തിനോട് അതേ അനുപാതത്തിലായിരിക്കും ഗർഭപാത്രത്തിലത്തെ ജലം. അങ്ങനെ ജനിച്ചൊരു ജീവിക്ക് ഏറ്റവും അനുയോജ്യമായ സോൾട്ട് എന്ന് പറയുന്നത് കടൽ ജലത്തിലത്തെ സോൾട്ട് തന്നെയാണ്. വേറെ സോൾട്ട് ആയിരിക്കില്ല. പിന്നെ വേറെ അങ്ങോട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ഉപ്പുമലകളുടെ മുകളിൽ നിന്ന് മഴവെള്ളത്തിൽ കൂടെ ഒഴുകി വന്നിട്ടും കടലിൻ്റെ അടിയിലും ഉണ്ട് ഉപ്പുമലകൾ. അതില് എല്ലായിടത്തും ഒരേ ഇതിലായിരിക്കും. കടൽ വെള്ളം എവിടെ എടുത്താലും ഒരേ റേഷ്യോയിലായിരിക്കും ഉപ്പ് ഉണ്ടാവുക. മറ്റേ കരയിൽ നിന്ന് എടുക്കുന്ന ഉപ്പിന് വേരിയേഷൻ ഉണ്ട്. ചില സ്ഥലത്ത് കൂടുതൽ ഉപ്പ്, ചില സ്ഥലത്ത് പ്ലസ് മൂലകങ്ങൾ കൂടുതലുണ്ട് കടൽ ജലത്തിൽ. അപ്പം നമ്മൾ ഇപ്പോൾ സോൾട്ട് ഉപയോഗിക്കുക, കടൽ വെള്ളത്തിൽ സോൾട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ പറയില്ലേ കടൽ ജലത്തിൽ എല്ലാ മൂലകങ്ങളും ഉണ്ട്, അത് ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 1 ലിറ്റർ വെള്ളം 30 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാം. പക്ഷേ ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്നില്ല. കാരണം അതിൽ വരില്ല. വളരെ വെള്ളത്തിൽ പറയണ്ടാവില്ല, വെള്ളത്തിലുണ്ട്, ഉപ്പിൽ വരില്ല. ഇപ്പോൾ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഒഴിക്കുക എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കല്ലുപ്പ് വെച്ച് വീട്ടിൽ വെച്ചാൽ അത് എന്താ പറയുക, നനവ് ഈർപ്പം വരില്ലേ, അതിന് ഒരു മൺചട്ടിയിലോ എന്തെങ്കിലും ഒന്ന് വറുത്തിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആക്കി പിന്നെ വേണമെങ്കിൽ പൊടിച്ച് വയ്ക്കുകയും ചെയ്യാം. കല്ലുപ്പിനെ പണ്ട് മെഡ്രാസായി വരുമ്പോൾ പറയുന്നത് മരുന്നാണ് തമിഴ്നാട്ടിലൊക്കെ കടത്തിലേക്ക് ഉപ്പ് കുടിച്ചാൽ മതി മെഡ്രാസിലില്ല. അപ്പൊ അത് വീട്ടിൽ എന്താ ചെയ്യുക, ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ കണ്ണ് കഴിക്കാൻ പറയും. മെഡ്രാസയും അതിന് കാരണം എന്താണ്, അതാണ് കണ്ണ് ചോരക്കില്ലേ, ചോദിച്ചിട്ട് മെഡ്രാസൈ എന്നാ പറയാം. കണ്ണടിക്കാൻ സമയത്ത്
ചെങ്കണ്ണല്ല. അപ്പോൾ നമ്മുടെ ഈ അയോഡിൻ എന്ന് പറഞ്ഞ സാധനം ഇക്കോളജി ശാസ്ത്രപ്രകാരം എവിടെ നിന്നാണ് കിട്ടേണ്ടത് എന്ന് അറിയാം. ഇക്കോളജി പ്രകാരം അയോഡിൻ കിട്ടും ഫ്രൂട്ടിൽ നിന്ന് അത് അന്വേഷിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലാണ് കിട്ടിയത് നമ്മുടെ ഞാവൽപ്പഴത്തിൽ അയോഡിൻ കണ്ടന്റ് ഉണ്ട്. അതാണ് ഞാവൽപ്പൊടി ഇറക്കിയത്. അത് പറഞ്ഞാണ് ഞാവൽപ്പൊടി ഇറക്കിയത്. അപ്പോൾ നമ്മൾ അകത്തിപ്പൊടിയും കൊടുക്കും ഞാവൽപ്പൊടിയും കൊടുക്കും, രണ്ടും കഴിക്കാൻ പറ്റും അയോഡിൻ കിട്ടാനായി. ഇത് ഞാവൽപ്പഴത്തിൻ്റെ ഒരു കഥയുണ്ട്. സാറ് പറയാനൊരു കഥ എന്ന് വെച്ചാൽ നമ്മുടെ ബലികർമ്മങ്ങൾ ചെയ്തു ഹിന്ദുക്കളുടെ ബലിയിടുക എന്ന് പറയുന്നത്. അപ്പോൾ ജംബുദ്വീപ് എന്ന് പറയുന്ന അത് നാളും നക്ഷത്രവും പേരൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ജംബുദ്വീപ് അപ്പൊ ശരിക്കും ഭാരതത്തിന്റെ പേരിൽ തന്നെ ജംബുദ്വീപ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ജംബു എന്ന് പറഞ്ഞാല് ഞാവൽപ്പഴമാണ്. അപ്പൊ ഞാവൽപ്പഴത്തിന്റെ നാടായിരുന്നു നമ്മുടെ നാട്. അത് മുഴുവൻ പോയി മൈതാനം പോയി കേരളം. അപ്പൊ ശരിക്കും നമ്മൾ നട്ട് വളർത്തി ഉണ്ടാക്കേണ്ട ചെടികളിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാവൽ. ഞാൻ എന്റെ വീട്ടിലൂടെ അഡ്രസ് നിങ്ങൾ ഗ്രൂപ്പിലിട്ടോളോ. വെറുതെ ആവശ്യമില്ലാത്ത മെയിൻ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. പേടിക്കണ്ട, ഒന്നും പറയില്ല. പറയുന്നില്ലേ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മള് ചെയ്യാറില്ലായിരുന്നു. അപ്പോ കുമ്പളം, വെള്ളരി, പടവലം, കോവല് ഇതിൻ്റെയൊക്കെ pH 8. ഞാൻ കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. കുമ്പളം, വെള്ളരി, പടവലം, കോവല് നമ്മൾ ആൽക്കലൈൻ വാട്ടറായിട്ട് കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതൊക്കെ. കോവയ്ക്ക 8. അപ്പൊ നമ്മളത് കൃഷി അപ്പൊ നമ്മളത് കൃഷി ചെയ്യുമ്പോൾ അതിന്റെ pH ആൽക്കനേറ്റ് കൂട്ടി നിർത്താം. അതായത് കക്കപ്പൊടി ഉപയോഗിക്കണം. ഇല്ല അതല്ല നമ്മളെ എൻ്റെ വീട് ഞാൻ ചെറുപ്പത്തിൽ ഗുരുവായൂർ മണൽ പ്രദേശമാണ്. അവിടെ നമ്മൾ മുറ്റത്ത് കളിക്കില്ല, ചെറുപ്പത്തിൽ മുറ്റത്താണല്ലോ കളിക്കുക. അപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കക്കയുടെ കഷ്ണങ്ങൾ ധാരാളം ഉണ്ടാവുക. ഇന്നിപ്പോ ഒരു കഷ്ണം പോലും കാണാനില്ല. ചാവക്കാട് കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു നക്ഷത്ര മത്സ്യത്തിന്റെ കഷ്ണം പോലും ഇല്ല. ചെറുപ്പത്തിൽ പോയി കഴിഞ്ഞാൽ കക്ക കാലുമ്പോ കുത്തുന്ന് പേടിച്ചിട്ടാണ് നടക്കുക. ചിപ്പി ഉണ്ടായിരുന്നു, ശംഖുകളുണ്ടായിരുന്നു, നക്ഷത്ര മത്സ്യം ഒന്നുമില്ല. ഇപ്പൊ എന്റെ മകൻ മാംഗ്ലൂർ പോയിട്ട് അവിടെ കടപ്പുറത്ത് പോയപ്പോ അവിടെ പറക്കി കണ്ടു കാണിച്ചത്. കന്യാകുമാരി പോകുമ്പോ ആദ്യം വാങ്ങിച്ചുകൊണ്ട് ഇതൊക്കെ പല കളറിലാണ് കിട്ടുക. എഴുതാൻ പറ്റും പെൻസിൽ പോലെ. ഒരു മൊനയുടെ അപ്പൊ നമ്മൾ pH മീറ്റർ ഉണ്ട്, pH ടെസ്റ്റ് ചെയ്യുന്ന മീറ്റർ ഉണ്ട്. ആ pH മീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോ ഭൂമി ചോദിച്ചത് നമ്മളുടെ ബ്ലഡിന്റെ അല്ല, മണ്ണിന്റെ
മണ്ണിന്റെ pH ഓൺലൈനിലും കിട്ടും. ഓൺലൈനിൽ കിട്ടും. അത് ഓക്കെ, ഓൺലൈനിൽ കിട്ടും. അത് നമ്മൾ മണ്ണിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് കുത്തിയത് അതിന്റെ മീറ്ററിൽ ഡിജിറ്റൽ ഇത് കാണി റേഡിയും കാണിക്കും. എനിക്ക് പറഞ്ഞാലേ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് സമ്മതിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കക്കപ്പൊടി ഇട്ടു. കക്കപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ pH അതിൽ കാൽസ്യത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതായത് അതിനെ അലിഞ്ഞ് ചേരും. ബാക്കിയുള്ളത് അവിടെ കിടക്കും. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ ഞാൻ കണ്ടിരുന്ന കക്ക അവിടെ കടന്നത് പോലെ അതവിടെ കിടക്കും. അതുകൊണ്ട് ദോഷമില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് അലിഞ്ഞ് ചേർന്നോളും മതി. കുറെ കഴിഞ്ഞ് ഇതിന്റെ ആവശ്യം കാണുന്നില്ലെങ്കിൽ പിന്നെ അപ്പം കൊടുത്താൽ മതി. pH ചെക്ക് ചെയ്തിട്ട് ഇടുന്നില്ല. ആ നമ്മുടെ മണ്ണിന്റെ ഒരു ഭാഗം മണ്ണിലുണ്ടായിരുന്ന സാധനമാണ്. മണ്ണിൽ അസിഡിറ്റി കൂടുമ്പോഴാണ് ഈ ശല്യമുള്ള ജീവികൾ വരുന്നത്. ഉച്ചിന്റെ ശല്യം ഉണ്ടാവുന്നതൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ പുതിയൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരണത് എന്താ വെച്ചാൽ കക്കപ്പം നമ്മൾ മെഷീൻ വെച്ച് പൊടിക്കില്ലേ. മെഷീൻ വെച്ച് പൊടിക്കുന്നതിന് പകരം സൂക്ഷ്മജീവികളെ കൊണ്ട് കക്ക പൊടിപ്പിക്കുക. ഇന്ത്യ ഫാസ്റ്റാണ്. സൂക്ഷ്മജീവികൾക്ക് കൊടുക്കുക. നമ്മൾ കറുത്ത കക്കയുണ്ട് വെള്ളക്കക്കയുണ്ട് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരുടെ പ്രവർത്തനം കൊണ്ട് ഇത് പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ സാറ് പറഞ്ഞത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ചെടികൾക്ക് ഏറ്റവും വേഗത്തിൽ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പൊടി മണ്ണിലരിഞ്ഞ് അതിൽ സൂക്ഷ്മജീവികൾ വർക്ക് ചെയ്യണം ശരിക്കും. എന്നിട്ട് വേണം സസ്യങ്ങൾക്ക് എടുക്കാൻ പാകത്തിനാക്കി കൊടുക്കണമല്ലോ. ഇത് വേണ്ട. ഇത് ഓൾറെഡി നമുക്ക് സൂക്ഷ്മജീവികളായിട്ട് പൊടിച്ച് കിട്ടിയ കക്കപ്പൊടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് എടുക്കാനും പറ്റും. ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ടാൽ മതി. അത് എനിക്കറിയില്ല. അത് ചെയ്യുന്നത് ദീപ് ഡോക്ടറാണ്. ദീപ് ഡോക്ടർ അവിടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊടിയേലും അതെങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ആള് സൂക്ഷ്മജീവികളുടെ മുകളിൽ കളിക്കുന്ന ആളാണ്. ഈ നാടൻ പശുക്കൾ കുറേ ഉണ്ട് ആളുടെ കയ്യിൽ. ഇന്ത്യയിലത്തെ ഭാരതത്തിൻ്റെതായിട്ട് നടന്നത് പശുക്കൾ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ വെച്ച് അവരുടെ ചാണകവും മൂത്രം സൂക്ഷ്മജീവികളൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതമാണ്. EM സൊല്യൂഷൻ അത് പല കുറേ ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഇതിന് സ്പെസിഫിക് ആയിട്ട് വല്ലതും ഉണ്ടാവാം. ഈ കാൽഷ്യം കാർബണേറ്റിനെ ഡിഗ്രേഡ് ചെയ്യണത് അതായിരിക്കും സാർ യൂസ് ചെയ്യുന്നുണ്ടാവാം. അത് വിജയിച്ചു കഴിഞ്ഞാൽ സാറ് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര വിജയമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ലോകത്തിലാരും ചെയ്തിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഗുരുവായൂരിനുള്ള വേസ്റ്റ് മുഴുവൻ ജൈവ വളം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആനക്കോട്ടയിലല്ല, ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ ശവക്കോട്ടയിൽ. അവരവിടെ ചെയ്യണത് എന്താ വെച്ചാൽ അരച്ച് ഉണക്കി പാക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഹോട്ടലുകളിൽ നിന്നും മറ്റും വരുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഇലകളും പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം കൂടി അരച്ച് ഉണക്കും. എന്നിട്ട് പൗഡറാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക. അത് വളമില്ല. വളമാണെങ്കിൽ അത് ബാക്ടീരിയൽ അത് നടന്ന് അവരുടെ ഡിഗ്രേഡേഷൻ കഴിഞ്ഞിട്ട് ചെടിക്ക് പാകത്തിന് ആക്കി കൊടുക്കണം. പക്ഷെ ഇത് വളമില്ല. വെറുതെ കുറേ സ്മെല്ല് വരുന്നില്ല. അതിന് സ്മെല്ലും ഉണ്ട്, ഭയങ്കര സ്മെല്ല് വരും. അപ്പോൾ അകത്തൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ കക്കയ്ക്കും ഇതുപോലെ സൂക്ഷ്മജീവികൾ പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെയുണ്ട് അവിടെയും കൊടുക്കുക. അതൊക്കെ പേസ്റ്റ് ആക്കി കൊടുക്കുന്നതാണ്. അത് മറിച്ചിടുമ്പോഴൊക്കെ എന്താ സ്മെല്ലെന്ന് അറിയാം. അപ്പോൾ അതുകൂടെ പെർമിഷൻ വിഷ്ണു ചേട്ടാ അത് നിർത്തി.